കേരള സർവകലാശാലയിൽ നാടകീയ നീക്കങ്ങൾ, പ്രതിഷേധങ്ങൾ. നിയമനവും സസ്പെൻഷനും തുടരുന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം, സംഘർഷം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്ത് താൽക്കാലിക VC സിസ തോമസ്. നടപടി രജിസ്ട്രാർ KS അനിൽകുമാർ ചുമതലയേൽക്കുന്നതിൽ വിശദീകരണം നൽകാതെ ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പോയ സാഹചര്യത്തിൽ മിനി കാപ്പന് ചുമതല, ഭരണവിഭാഗം ചുമതല ഹേമ ആനന്ദിന്. രജിസ്ട്രാർ KS അനിൽകുമാർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. സർവകലാശാല വിവാദത്തിൽ വിശദീകരണം തേടി ഗവർണർ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധം. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും BJP മാർച്ച്. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിലേക്ക് ജലപീരങ്കി. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ മാർച്ച്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. പാലക്കാട് നിപ ബാധിച്ച യുവതിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. പ്രോട്ടോകോൾ പ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് 383 പേർ നിപ സമ്പർക്ക പട്ടികയിൽ. ചികിത്സയിലുള്ള 12 പേരിൽ 5 പേർ ICUവിൽ. കർശന ജാഗ്രതാ നിർദ്ദേശം. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയം. നാളെ സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക്. 22 മുതൽ അനിശ്ചിതകാല സമരം. ബ്രിക്സ് രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് പ്രഖ്യാപനം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടും. ഇന്ത്യയ്ക്കും ബ്രസീലിനും UN-ൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും. ഉത്തരേന്ത്യയിൽ കനത്ത മഴ. ഹിമാചലിൽ മഴക്കെടുതിയിൽ മരണം 78ആയി. 37 പേരെ കാണാതായി. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കനത്ത മഴ. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട്. ഉത്തരാഖണ്ഡിൽ 4 ജില്ലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരള സർവകലാശാല ആസ്ഥാനത്ത് നാടകീയ സംഭവ വികാസങ്ങൾ. VCയുടെ എതിർപ്പിനിടയിലും രജിസ്ട്രാറിന്റെ ചുമതല ഏറ്റെടുത്ത് KS അനിൽകുമാർ. അതേസമയം പുതിയ രജിസ്ട്രാറായി മിനി കാപ്പനെ VC സിസ തോമസ് നിയമിച്ചു. ഇതിനിടെ സർവകലാശാല ജീവനക്കാരും SFI പ്രവർത്തകരും VCക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. സിസ തോമസ് എത്തിയാൽ തടയുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിട്ടുള്ളത്. കനത്ത പോലീസ് കാവലിലാണ് സർവകലാശാല ആസ്ഥാനം. അൻഫിൽ ഡിസൂസ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അൻഫിറ്റ്, വലിയ പ്രതിഷേധങ്ങൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. നിയമനങ്ങൾ, ഒപ്പം സസ്പെൻഷൻ, അതൊക്കെ ഇങ്ങനെ തുടർന്ന് വരുന്ന സാഹചര്യമാണ് ഇന്ന് കണ്ടത്. പുതിയ ജോയിന്റ് രജിസ്ട്രാറെ ചുമതലയിൽ നിന്ന് മാറ്റുന്നു, സസ്പെൻഷൻ നൽകുന്നു. അതിനുശേഷം പുതിയ 2 പേരെ ആ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു. രജിസ്ട്രാറിന്റെ ചുമതലയൊപ്പം ഒരാൾക്ക് കൊടുക്കുന്നു. പഴയ രജിസ്ട്രാർ തിരിച്ചെത്തുന്നു. അങ്ങനെ നാടകീയമായ സംഭവ വികാസങ്ങൾ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒപ്പം പ്രതിഷേധങ്ങൾ ഏത് തരത്തിലാണ്? അത്യന്തം നാടകീയമായ, തികച്ചും നാടകീയമായ സംഭവവികാസങ്ങളാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി ഭൂരിപക്ഷം അത് റദ്ദാക്കുകയായിരുന്നു. ഭൂരിപക്ഷത്തിന്റെ വോട്ടോടുകൂടി അത് റദ്ദാക്കിയിരുന്നു. എന്നാൽ താൽക്കാലിക VCയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ സിസ തോമസ് ആകട്ടെ അത് അംഗീകരിച്ചതുമില്ല. ഡോക്ടർ സിസ തോമസ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി അദ്ദേഹം സിസ തോമസ് പിൻവലിച്ചിരുന്നില്ല, അത് അംഗീകരിച്ചതുമില്ല. ഇതേ തുടർന്ന് പക്ഷേ ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് യോഗം KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദു ചെയ്തതിൻ്റെ ആ പിൻബലത്തിലാണ് KS അനിൽകുമാർ ഇന്ന് രാവിലെ ചുമതലയേൽക്കാനായി രജിസ്ട്രാറുടെ ചുമതലയേൽക്കാൻ അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരുന്നു. അദ്ദേഹം എത്തിയതിന് തൊട്ട് പിന്നാലെയാണ് സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാറായിരുന്ന ഹരികുമാറിനെ രജിസ്ട്രാറുടെ ചുമതല നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഹരികുമാർ ആകട്ടെ അവധിക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അത് അവധിക്ക് അപേക്ഷ നൽകാതെ അദ്ദേഹം അവധിക്ക് പോയൊരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് പ്രകോപിതയായ സിസ തോമസ് ആകട്ടെ പകരം രജിസ്ട്രാറുടെ ചുമതല നൽകിയിരിക്കുന്നത് മിനി കാപ്പന് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുകയാണ്. അതനുസരിച്ച്
മിനി കാപ്പൻ ഇപ്പോൾ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാനായി സർവകലാശാല ആസ്ഥാനത്തെത്തി. അപ്പോൾ നിലവിലിപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് 2 രജിസ്ട്രാർമാരാണ്. സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം, അതായത് സസ്പെൻഷനൊക്കെ റദ്ദു ചെയ്യപ്പെട്ട KS അനിൽകുമാർ ഇപ്പോൾ രജിസ്ട്രാറിന്റെ ചുമതല ഏറ്റെടുക്കാനായി അവിടെ എത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ VC വൈസ് ചാൻസലർ, താൽക്കാലിക വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് ഔദ്യോഗികമായി നിയമിച്ചിരിക്കുന്ന മിനി കാപ്പൻ. അപ്പോൾ 2 പേര് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാനായി നിലവിലെത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇതിനിടെ ഹരികുമാറിനെ തലസ്ഥാനത്ത് നിന്ന് സിസ തോമസ് മാറ്റുകയും ചെയ്തിരിക്കുന്നത് അസാധാരണ സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇതേസമയം സർവകലാശാല ജീവനക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി VCക്കെതിരെ മുൻപുണ്ടായിരുന്ന, അതായത് സ്ഥിരം VC ആയിരിക്കുന്ന മോഹന കുന്നുമലിനെതിരെയും താൽക്കാലിക VC ആയിരിക്കുന്ന സിസ തോമസിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സർവകലാശാല ജീവനക്കാർ ഒരു ഭാഗത്ത്, അതേസമയം വിദ്യാർത്ഥി സംഘടന SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് സിസ തോമസ്. ഈ സർവകലാശാല ആസ്ഥാനത്ത് മോഹനൻ കുന്നുമ്മലിന്റെയൊക്കെ വ്യത്യസ്തതരമായ ഫ്ലക്സ് ഒക്കെ വെച്ച് പ്രതിഷേധിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ അഖില, അത് തന്നെയാണ് RSSന്റെ ഒരു പ്രവർത്തകന്റെ ഒരു രൂപത്തിൽ, അതേ രൂപത്തിൽ മോഹന കുന്നുമലിന്റെ ഫോട്ടോയൊക്കെ ചിത്രങ്ങളൊക്കെ പതിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ RSSന്റെ നയങ്ങൾ ശാഖയിൽ പഠിച്ചത് ശാഖയിൽ നടത്തിയാൽ മതി, ഇത് ഇവിടെ നടത്തേണ്ടതില്ല എന്ന് ബാനറൊക്കെ എഴുതി ഒട്ടിച്ചാണ് സർവകലാശാല ആസ്ഥാനത്ത്. ആ രീതിയിൽ ഒരു കൃത്യമായ ഒരു RSS സംഘപരിവാറിന്റെ അജണ്ടയാണ് സർവകലാശാല ആസ്ഥാനത്ത് മോഹന കുന്നുമൽ നടത്തുന്നത്. അത് തന്നെ ബാനറിൽ എഴുതി അതേ രീതിയിലുള്ള ചിത്രങ്ങളും ഫ്ലക്സുകളൊക്കെ വെച്ച് മോഹന കുന്നുമലിനെതിരെ SFI പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നു. ഒപ്പം തന്നെയും സിസ തോമസ് അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. നേരത്തെ 12 മണിക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെ സിസ തോമസ് എത്തിയില്ല. സിസ തോമസ് ഇവിടെ എത്തുവാണെങ്കിൽ കടുത്ത പ്രതിഷേധം ശക്തമായി തന്നെ അവർ തടയുമെന്നും SFI പ്രവർത്തകർ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ കാവലിന് വലിയ രീതിയിലുള്ള പോലീസ് വലയത്തിൽ തന്നെയാണ് സർവകലാശാല ആസ്ഥാനത്ത്. ഒപ്പം തന്നെ മറ്റൊരു സംഭവ വികാസം ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, ഗവർണർ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളോട് ഈ VCയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. അതായത് സിൻഡിക്കേറ്റ് ഇന്നലെ അടിയന്തര സിൻഡിക്കേറ്റ് ചേരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു, അതിനുശേഷം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുക, ആ സസ്പെൻഷൻ പിൻവലിക്കുകയും തുടർന്നുണ്ടായ എല്ലാ സംഭവ വികാസങ്ങളും വിശദീകരണം തേടിയിരിക്കുകയാണ് ഗവർണർ. അതായത് ഇതിനൊക്കെയുള്ള യഥാർത്ഥ മൂല കാരണം അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു കേന്ദ്രബിന്ദുവായിരിക്കുന്ന ഗവർണർ, സർവകലാശാല ആസ്ഥാനത്ത് ഈ സംഭവ വികാസങ്ങളുടെയൊക്കെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന ഗവർണർ ആ ഒരു വിഷയത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അതായത് ഗവർണർ പോലും ഒരു ചാൻസലറായ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഇതുവരെ ഈ ദിവസങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ നേരിട്ടൊരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇപ്പോൾ ഗവർണറും ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നത് ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഇപ്പോൾ ഹൈക്കോടതിയിൽ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകി ഹർജി പിൻവലിച്ചിരിക്കുന്നു. അതായത് രജിസ്ട്രാറുടെ ചുമതല താൻ ഏറ്റെടുത്തിരിക്കുന്നു, ഇനി തനിക്കത് ഹർജിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹം ഹർജി പിൻവലിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ ഹർജിയും പിൻവലിച്ചൊരു സാഹചര്യത്തിൽ അദ്ദേഹം രജിസ്ട്രാറുടെ പൂർണ്ണ ചുമതല തനിക്കുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം വരുന്നു. പക്ഷേ സിസ തോമസിനാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ചുമതല. സിസ തോമസ് നിയമിച്ചിരിക്കുന്ന രജിസ്ട്രാർ ആകട്ടെ അത് മിനി കാപ്പനാണ്. അങ്ങനെയെങ്കിൽ മിനി കാപ്പൻ ഇവിടെ ഒരുപക്ഷെ ആ നിയമ നടപടിയുമായി മിനി കാപ്പൻ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം തന്നെ VC നിയമിച്ചു, തനിക്ക് ചുമതല ഏൽക്കാൻ അതിനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ തൻ്റെ ചുമതല നിയമ നടപടിയും അതിന് നിയമ തടസ്സം ഉണ്ടായിരിക്കുന്നു, സാങ്കേതിക തടസ്സം ഉണ്ടായിരിക്കുന്നു എന്ന കാരണത്താൽ ഇനി മിനി കാപ്പൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ വലിയ രീതിയിൽ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ തന്നെയാകും നമ്മുടെ വലിയ ഒരു നാടകീയ രംഗങ്ങൾ അതിനപ്പം സങ്കീർണമായി മാറുകയാണ്. കേരള സർവകലാശാലയുടെ കാര്യങ്ങൾ, നീക്കങ്ങളൊക്കെ അതിവേഗം പുരോഗമിക്കുകയാണ്. ഒപ്പം നിയമപരമായി കൂടി ഈ സംഭവങ്ങൾ മാറുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അൻഫിൽ ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. സിൻഡിക്കേറ്റ് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്നുള്ള തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ. നാടിന്റെ സ്വത്താണ് സർവകലാശാല, ഇത് ശാന്തമായി പോകണം, നന്നായി ഉയരത്തിൽ വരണമെന്നും രജിസ്ട്രാർ പറഞ്ഞു. നേരത്തെ ജോലിയിലേക്ക് പ്രവേശിക്കാനായി എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. നിയമപരമായി നിൽക്കുന്ന വിഷയമാണെന്നും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ ഷിജു ഖാൻ ഇതിൽ പ്രതികരിച്ചു. അതിനാൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അപ്പോൾ ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയും കോടതി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിയമപരമായി അത്തരമൊരു വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കോടതിയുടെ മറ്റു കാര്യങ്ങളും നടപടികളുമൊക്കെ കഴിയുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ച വിശദീകരണം കൃത്യമായിട്ടും നിങ്ങൾക്ക് തരും. ഇപ്പോൾ സ്വാഭാവികമായും ഒരു നിയമപരമായ ഒരു കാര്യത്തിലൂടെ പോകുന്ന ഒരു വിഷയത്തിന്മേൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിലും അക്കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല.
സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചു. തിരികെ ജോലിയിൽ പ്രവേശിച്ചുവെന്ന് അനിൽകുമാർ കോടതിയെ അറിയിച്ചു. അഡ്വക്കേറ്റ് രാജേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. രാജേഷ്, ഈ വലിയ സങ്കീർണമായ സാഹചര്യത്തിലൂടെ സർവകലാശാല പോകുന്ന ഘട്ടത്തിലാണ് ഈ കോടതി അദ്ദേഹം ജോലിയിൽ തിരികെ പ്രവേശിച്ചു, അതുകൊണ്ട് തന്നെ ഹർജി പിൻവലിക്കുകയാണെന്ന് അറിയിച്ചത്. ഒപ്പം കോടതി എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്? വിശദാംശങ്ങൾ. അഖില, സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയായിരുന്നു. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ഇപ്പോൾ സെനറ്റ് റദ്ദാക്കി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ഹർജി പിൻവലിക്കുകയാണ് എന്ന് ഹർജിക്കാരൻ അറിയിച്ചു. ഹർജിക്കാരൻ ഹർജി പിൻവലിക്കുവാൻ തയ്യാറായ സ്ഥിതിക്ക് കോടതിക്ക് പിന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഹർജി പിൻവലിക്കുവാൻ കോടതി അനുവദിച്ചു. എങ്കിലും ഇപ്പോഴുള്ള ഈ രജിസ്ട്രാറുടെ പുനർനിയമനം സംബന്ധിച്ച് വൈസ് ചാൻസലർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വൈസ് ചാൻസലർ അത് ചാൻസലറായ ഗവർണറെയാണ് അറിയിക്കേണ്ടത്. അതിന് നടപടി എടുക്കേണ്ടത് ഗവർണറാണ് എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ റദ്ദാക്കൽ ഇതെല്ലാം ചാൻസലറുടെ മുന്നിലേക്ക് പോവുകയാണ്. ഗവർണർക്ക് അതിൽ തീരുമാനമെടുക്കാൻ കഴിയും എന്ന ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി വന്നതുകൊണ്ട് ഗവർണർ എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. പിന്നീട് അത് ചോദ്യം ചെയ്യാൻ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ വരുമ്പോൾ ഈ ഹർജി പിൻവലിച്ച കാര്യവും അതിനൊരു വിഘാതമായി ഒരുപക്ഷെ നിന്നേക്കാം എന്ന് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന്റെ കൂടെ ഇതിൽ ഹൈക്കോടതിയെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട സിൻഡിക്കേറ്റ് അംഗം TR രാജേഷ്, അദ്ദേഹത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഹൈക്കോടതി ഇന്ന് വിമർശനമുയർത്തിയത് എന്ന് മാത്രമല്ല ക്രിമിനൽ നടപടി പ്രകാരം അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയാണ് എന്നുകൂടി കോടതി പറഞ്ഞു. ഇന്ന് തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുവാനും, അതായത് കോടതി ലക്ഷ്യത്തിന് നോട്ടീസ് അയക്കുവാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് വ്യക്തിപരമായി ന്യായാധിപനെയും ഹൈക്കോടതിയുടെ മുഴുവൻ റെപ്യൂട്ടേഷനെയും ബാധിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ അപമാനിച്ചിട്ടുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയെ സമ്മർദ്ദം ചെലുത്താനാണോ എന്നുവരെ കോടതി ചോദിച്ചു. അതിശക്തമായ ഭാഷയിൽ അതിശക്തമായ നടപടി തന്നെ എടുക്കുമെന്നാണ് കോടതി എന്ന് പറഞ്ഞിട്ടുള്ളത്. രാജേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപകനെ നേരത്തെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളിൽ ഇടപെടാനില്ല എന്ന് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും വിദ്യാഭ്യാസ ചട്ടപ്രകാരം ഏതെങ്കിലും തരത്തിൽ ഒരു വിദ്യാഭ്യാസത്തിന്റെ നയത്തിനെതിരെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ പരസ്യമായി പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ചട്ടപ്രകാരം നടപടിയെടുക്കാനുള്ള ഒരു അധികാരം സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടാനില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരെയോ അതിന്റെ വകുപ്പ് സെക്രട്ടറിയെ കൊണ്ട് അപ്പൊ അവിടെയാണ് അതിന്റെ ഇതിൽ സമീപിക്കേണ്ടത്. എന്തായാലും കോടതി ഈ വിഷയത്തിൽ ഇടപെടാനില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മന്ത്രി വീണ ജോർജിൻ രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു മാർച്ച്. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി. 3 തവണ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. നെറ്റിയിൽ പരിക്കേറ്റ പ്രവർത്തകയെ ആശുപത്രിയിലേക്ക് മാറ്റി. ജലപീരങ്കിയിൽ നിന്നും വെള്ളം വരാതായതോടെ കൂകി വിളിച്ച് പ്രവർത്തകർ. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. പോലീസുകാരിയെ പ്രവർത്തകർ തടഞ്ഞുവയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഒപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പത്തനംതിട്ടയിൽ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലും സംഘർഷമുണ്ടായി. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് കുമ്മനം രാജശേഖരൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ശേഷം ബാരിക്കേഡ് മറിച്ച് ഇടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചത് 1140 കോടി രൂപയാണ്. പക്ഷേ ചെലവഴിച്ചത് 350 കോടി രൂപയാണ്. BJP കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായതോടെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഉന്തും തള്ളിനുമിടയിൽ BJP മധൂർ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റ് മാധവൻ മാസ്റ്റർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആരോഗ്യമന്ത്രി രാജിവെക്കുക, ജില്ലയുടെ ആരോഗ്യ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുകയാണ്.
മെഡിക്കൽ കോളേജ് ആശുപത്രി അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9:15 നവമി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. ഈ ആഴ്ച തന്നെ ശസ്ത്രക്രിയ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. തുടർ ചികിത്സകൾ സൗജന്യമായി നൽകുമെന്ന് സർക്കാർ കുടുംബത്തെ അറിയിച്ചിരുന്നു. അതേസമയം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ഇന്ന് വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചു. നേതാക്കളായ ഷോൺ ജോർജ്, ലിജിൻ ലാൽ തുടങ്ങിയവർക്കൊപ്പമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തലയോലപ്പറമ്പ് ഉമ്മാംകുന്നിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തിയത്. ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മി, ഭർത്താവ് വിശ്രുതൻ, മകൻ നവനീത് എന്നിവരുമായി അദ്ദേഹം സംസാരിച്ചു. സർക്കാരിന്റെ അനാസ്ഥയുടെ ഇരയാണ് ബിന്ദുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതിനെതിരായി BJP ശക്തമായ സമരം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും സ്വകാര്യ ബസ് സമരം. നാളെ സൂചനാ പണിമുടക്ക്. 23 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തും. വിദ്യാർത്ഥികളുടെ കൺസെഷൻ തുക ഉയർത്തുക, ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക, പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരത്തിലേക്ക് നീങ്ങുന്നത്. സമരവുമായി മുന്നോട്ടു പോകാനാണ് ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ആരോപണത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരത്താണ് മൊഴി രേഖപ്പെടുത്തിയത്. പൂരം കലക്കൽ ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ തലവൻ DIG തോംസൺ ജോസാണ് ചോദ്യം ചെയ്തത്. തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന മേഖലയിലേക്ക് ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ പൂരം അലങ്കോലപ്പെട്ടെന്ന് പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്ന് താൻ സംഭവസ്ഥലത്തേക്ക് എത്തിയെന്ന് സുരേഷ് ഗോപി മൊഴി നൽകിയതായാണ് വിവരം. ഈ മാസം തന്നെ അന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് നൽകും. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. പെർഫ്യൂഷനിസ്റ്റ് കാര്യക്ഷമതയില്ലെന്ന വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. കഴിഞ്ഞയിടയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 രോഗികൾ മരിച്ചിരുന്നു. ഹൃദയം തുറന്നുള്ള പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ നടക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ കാര്യക്ഷമതയുള്ള പെർഫ്യൂഷനിസ്റ്റ് ഇല്ലെന്ന വകുപ്പ് മേധാവിയാണ് റിപ്പോർട്ട് നൽകിയത്. 2 രോഗികൾ മരിച്ച സംഭവവും വകുപ്പ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം തലവൻ ഡോക്ടർ രാജേഷ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പെർഫ്യൂഷനിസ്റ്റ് എന്നിവരടങ്ങുന്ന സംഘം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തിയത്. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നടത്തുമ്പോൾ കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന വിദഗ്ധനാണ് പെർഫ്യൂഷനിസ്റ്റ്. ഇവർക്ക് ഏതെങ്കിലും വീഴ്ച സംഭവിച്ചാൽ രോഗിക്ക് മരണം വരെ സംഭവിക്കാം. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലുള്ളവർക്ക് കാര്യക്ഷമതയുണ്ടോ എന്നാണ് പ്രധാനമായും വിദഗ്ധ സംഘം പരിശോധിച്ചത്. ഇതിനുശേഷമുള്ള റിപ്പോർട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് സമർപ്പിക്കും. തുടർന്ന് നടപടിയുണ്ടാകുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ 50-ലേറെ പേർക്ക് ശസ്ത്രക്രിയയ്ക്ക് ദിവസം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. നിലവിൽ പരിശോധന നടത്തിയ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമേ ഇവരുടെ ശസ്ത്രക്രിയകൾ നടത്തുള്ളൂ എന്നാണ് വിവരം. അമൃത ന്യൂസ്, തൃശൂർ. ഉപരാഷ്ട്രപതി വീണ്ടും ഗുരുവായൂരിലെത്തി. കാലാവസ്ഥ അനുകൂലം. കൊച്ചിയിലെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷമാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തിയത്. ഹരീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹരീഷ്, നേരത്തെ അദ്ദേഹത്തിന്റെ ഗുരുവായൂർ സന്ദർശനം മുടങ്ങിയിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് അദ്ദേഹത്തിന് മടങ്ങിപ്പോകേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും അല്പസമയം മുൻപാണ് ഇവിടെ ശ്രീകൃഷ്ണ കോളേജിന്റെ ഗ്രൗണ്ടിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. തുടർന്ന് ഇപ്പോൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക്, ഗുരുവായൂർ അമ്പലത്തിന്റെ തെക്കേ നടയോട് ചേർന്നുള്ള ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ഫ്രഷായി അല്പസമയത്തിനകം തന്നെ അദ്ദേഹം തെക്കേ നട വഴി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ദർശനം നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. അല്പം മുൻപാണ് അദ്ദേഹം ഇവിടെ ഈ ഒരു ശ്രീകൃഷ്ണ കോളേജിന്റെ ഗ്രൗണ്ടിൽ എത്തിയത്. അദ്ദേഹം എത്തി ഇപ്പോൾ ഈ ഒരു ഗസ്റ്റ് ഹൗസിൽ എത്തിയപ്പോഴേക്കും വീണ്ടും കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായി തന്നെ ആ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ സാധിച്ചു. അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നു. കാലാവസ്ഥ വീണ്ടും പ്രതികൂലമായിരിക്കുന്നു. പക്ഷേ ആ ഒരു സമയത്തിനകം തന്നെ അദ്ദേഹം ഗുരുവായൂരുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം, ഒരു 10 മിനിറ്റിനകം തന്നെ അദ്ദേഹം ഈ ക്ഷേത്ര ദർശനം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത്. തെക്കേ നട വഴിയായിരിക്കും അദ്ദേഹം
അദ്ദേഹം ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക. അതിനുശേഷം തൊഴുത് ദർശനം കഴിഞ്ഞ് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും തുടർന്ന് മടങ്ങുകയും ചെയ്യും. അത്തരത്തിലാണ് ഇപ്പോൾ എല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിക്ക് എത്തേണ്ടതായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ മഴ ഇടതടവില്ലാതെ പെയ്യുന്ന ഒരു സാഹചര്യം, പ്രതികൂലമായ കാലാവസ്ഥ, ആ ഒരു കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഈ ഒരു ഗ്രൗണ്ടിൽ ഇറക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം ഈ കാലാവസ്ഥ അനുകൂലമായ സമയത്താണ് അദ്ദേഹം വീണ്ടും ഇവിടേക്ക് തിരിച്ചെത്തിയത്. വളരെ അനുകൂലമായ കാലാവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ വന്നിറങ്ങിയത്. പക്ഷേ അദ്ദേഹം ഇറങ്ങി ഉടനെ തന്നെ വീണ്ടും കാലാവസ്ഥ മാറുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ വീണ്ടും മഴ തുടങ്ങിയ ഒരു സാഹചര്യമാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ദർശനത്തിന് എത്തുമെന്നുള്ളതാണ്. ശരി, ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗുരുവായൂർ ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അല്പസമയത്തിനകം എത്തും. അദ്ദേഹം ഗുരുവായൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലിത്ത മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടവിട്ട് ഹീമോഡയാലിസിസ് ആവശ്യമായിരുന്ന അദ്ദേഹത്തിന് ICUവിൽ തന്നെ ഡയാലിസിസ് നടത്തുന്നുണ്ടായിരുന്നു. സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ടി പോളിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. 1940 ജൂൺ 13 ജനിച്ച മാർ അപ്രേം ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞ ശേഷവും കർമ്മരംഗത്ത് സജീവമായിരുന്നു. ജോർജ് ഡേവിഡ് മൂക്കൻ എന്നായിരുന്നു ആദ്യനാമം. 1961 ജൂൺ 25 ഷെമ്മാശനായും പിന്നീട് 65 ജൂൺ 13 കശീശയായും മാർത്തോമ ധർമ്മോയിൽ നിന്ന് പട്ടം സ്വീകരിച്ച് വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചു. 28-ാം വയസ്സിൽ മാർ അപ്രേം മെത്രാപ്പൊലിത്തയായപ്പോൾ അതുവരെയുള്ള ഭാരത ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മെത്രാനായിരുന്നു അദ്ദേഹം. കോഴിക്കോട് വളയത്ത് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ സ്റ്റീൽ ബോംബ് കണ്ടെത്തി. നടുക്കണ്ടിയിൽ ദാമോദരന്റെ കടയ്ക്ക് മുന്നിലാണ് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയത്. കണ്ടെയ്നറിന്റെ മൂടിഭാഗം തുറന്നു കിടക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. വെടിമരുന്ന് ഉൾപ്പെടെയുള്ളവ നിലത്ത് ചിതറിക്കിടക്കുകയായിരുന്നു. സ്റ്റീൽ ബോംബ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ വളയം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബംഗളൂരുവിൽ 1000-ലധികം ഇടപാടുകാരെ വഞ്ചിച്ച് ചിട്ടിക്കമ്പനി ഉടമയായ മലയാളിയും കുടുംബവും മുങ്ങിയെന്ന് പരാതി. രാമമൂർത്തി നഗറിൽ 2.5 പതിറ്റാണ്ടായി ചിട്ടിക്കമ്പനി നടത്തിയിരുന്ന ആലപ്പുഴ സ്വദേശി ടോമി എ വർഗീസും കുടുംബവുമാണ് കടന്നുകളഞ്ഞത്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പ്രതികൾ തട്ടിപ്പ് നടത്തിയത് വമ്പൻ ആസൂത്രണത്തോടെയാണ്. ചിട്ടിക്കമ്പനി വഴി പ്രതികൾ ഇടപാടുകാർക്ക് 1-ാം തീയതി വരെ കൃത്യമായ പലിശ നൽകിയിരുന്നു. അതിനുശേഷം ടോമിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. മാസം 2% പലിശ വാഗ്ദാനം ചെയ്താണ് പലരിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. സംഭവത്തിൽ ടോമി, ഭാര്യ സിനി ടോമി, മകൻ സോവിയോ തുടങ്ങിയവരെ പ്രതികളാക്കി രാമമൂർത്തി നഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങളെയും ഭീകരവാദ ധനസഹായത്തെയും പ്രതിരോധിക്കാൻ ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ഇറാനിൽ ഇസ്രയേലും US നടത്തിയ ആക്രമണത്തെയും ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെയും ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു. ഉച്ചകോടിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക സമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറയെന്ന് വിശേഷിപ്പിച്ചു. ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും പറഞ്ഞു. ബ്രിക്സിനെതിരെ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബ്രിക്സ് അമേരിക്കൻ വിരുദ്ധമെന്ന് ട്രംപ് പറഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ഏർപ്പെടുത്തും. ഇത് സംബന്ധിച്ച അറിയിപ്പുമായി ഇന്നു മുതൽ കത്തയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ഓഗസ്റ്റ് 1 മുതൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരും എന്നാണ് സൂചന. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉത്തരേന്ത്യയിൽ കനത്ത മഴ. ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 78 മരണം റിപ്പോർട്ട് ചെയ്തു. നിരവധി പേരെ കാണാതായി. 400 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ സേന അറിയിച്ചു. പലയിടത്തും രക്ഷാപ്രവർത്തനം തുടരുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന. ഹിമാചലിൽ റെഡ് അലർട്ടാണ്. മാണ്ഡി, ഷിംല എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷമായത്. ദുരന്തബാധിതർക്കായി ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വൈദ്യുതിയും ഗതാഗതവും സ്തംഭിച്ചു. 250 റോഡുകൾ അടച്ചിട്ടിരിക്കുന്നു. 500-ലധികം വൈദ്യുത ലൈനുകൾ പ്രവർത്തനരഹിതമാണ്. 700-ലധികം കുടിവെള്ള വിതരണ ലൈനുകളും തകരാറിലായി. ഉത്തരാഖണ്ഡിൽ തെഹ്രി, ഉത്തരകാശി, രുദ്രപ്രയാഗ്, ചമോലി ജില്ലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 336 റൺസിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തിയ ആകാശ് ദീപാണ് ഇംഗ്ലണ്ട് നിരയെ തകർത്തത്. ഇതോടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമെത്തി. 3-ാം ടെസ്റ്റ് 10-ന് ലോർഡ്സിൽ നടക്കും. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.